ഒക്ടോബർ മാസം 22 ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ആഴ്ചയിലും നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട് ദൈവവചനം പഠിപ്പിക്കുവാൻ, നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, സത്യം പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 9-ാം അധ്യായം, അതിൻ്റെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 9-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. 31-ാം വാക്യം, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അതിൻ്റെ അവസാനത്തെ വാക്യം 9-ാം അധ്യായം 33-ാം വാക്യം ഇപ്രകാരമാണ്: ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകുകയില്ല. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, തൻ്റെ പുത്രൻ മുഖാന്തരം ദൈവസന്നിധിയിലേക്ക്, കൃപാസനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ കടക്കാൻ പറ്റാത്ത പാപികൾക്ക് തൻ്റെ പുത്രൻ മുഖാന്തരം, ഒരു കാൽവരി മരണം മുഖാന്തരം, പുനരുദ്ധാനം മുഖാന്തരം ഞങ്ങൾക്കിന്ന് അബ്ബ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പുത്രത്തിൻ്റെ ആത്മാവിനെ നൽകിയ, പരിശുദ്ധാത്മാവിനെ നൽകിയ അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം അത് സത്യസന്ധമായി ചെയ്യുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ ഓരോ ഹൃദയങ്ങളിലേക്ക് എത്തുവാൻ തക്കവണ്ണം, അത് വിവേചിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചു വരുന്ന വിഷയം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ വിശ്വാസമാണ് നമ്മുടെ വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ അധികാരം എവിടെയാണ്? അത് ദൈവമാണോ, ദൈവവചനമാണോ, അപ്പസ്തോലന്മാരാണോ എന്നുള്ളതാണ് വിഷയം. അല്ലെങ്കിൽ മനുഷ്യരും സഭകളും സംഘടനകളുമാണോ എന്നുള്ളത് ആണ് ഇന്നത്തെ പ്രധാന വിഷയം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ഏറ്റവും പരമപ്രധാനമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂലക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം, അത് ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചു, തൻ്റെ സ്വരൂപത്തിലും അരൂപിയിലും സൃഷ്ടിച്ചു എന്നുള്ളതും ദൈവവചനാടിസ്ഥാനത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രിയ പുത്രനെ അവൻ അയച്ച് നമുക്ക് പാപപരിഹാരം വരുത്തി, രക്തബലി അർപ്പിച്ച് പാപപരിഹാരം വരുത്തി ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തോതിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളുടെ മേൽ പണിയപ്പെടേണ്ടതാണ് ക്രൈസ്തവ വിശ്വാസം. അത് വ്യക്തിപരമായിട്ടും നാം സമൂഹമായിട്ടും. സമൂഹം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ അടുത്ത്, കൃപാസനത്തേക്ക് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം പ്രാപ്തി ഉള്ളവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് സഭകൾ തീർച്ചയായിട്ടും ഒരു വിഘ്നമാണ്, ഒരു തടസ്സമാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തടസ്സമായി നിൽക്കുകയാണ്.
വലിയൊരു ബാരിയർ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ വലിയൊരു മതിൽക്കെട്ട് പാപമായിരുന്നു. അത് യേശുക്രിസ്തു മുഖാന്തരം അത് തകർക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് സഭകളാണ് ആ മതിൽ പണിത് അങ്ങോട്ട് കടക്കാൻ തക്കവണ്ണം, ദൈവസന്നിധിയിലേക്ക് കടക്കാൻ തക്കവണ്ണം അനുവദിക്കാതെ അവർ സഭാ ചട്ടങ്ങളും കൂദാശകളും ഉണ്ടാക്കി മനുഷ്യനെ അവരുടെ അടിമകളായി വെച്ചിരിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്. അതിന് പഠനം ആവശ്യമാണ്. ആ പഠനത്തിൻ്റെ ആധികാരികത അത് ദൈവവും ദൈവവചനവുമാണ്. അതാണ് പാലാരിവട്ടം ബൈബിൾ ചർച്ചിൽ നിന്ന് വിൻസെൻ്റ് തോമസും കൂട്ടരും ചെയ്യുന്ന ശുശ്രൂഷ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വിഷയം കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. ഏത് ഉപമ നോക്കിയാലും അത് ഉപമ തന്നെയായിരുന്നു. എന്നാൽ ആ ഉപമയിൽ നിന്ന് അക്ഷരികമായി ചില ദൈവിക സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീട് പണിയുന്നവൻ്റെ ഒരു ഉപമ. അതിൽ ബുദ്ധിമാനുണ്ട്, ബുദ്ധിയില്ലാത്തവനുണ്ട്. പാറമേൽ പണിതവൻ, പൂഴിയിൽ പണിതവൻ. ഈ രണ്ട് വ്യത്യാസം, ബുദ്ധിയും ഉള്ളവനും ബുദ്ധി ഉപയോഗിക്കും. ബുദ്ധിയുള്ളവൻ ആരാണ്? കർത്താവിൻ്റെ വചനം കേട്ട് അത് പ്രമാണിക്കുന്നവൻ, അതാണ് ബുദ്ധിമാൻ. അപ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യം നമുക്ക് ഇന്ന് പ്രസക്തമാണ്. എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് ചോദ്യം, നമ്മൾ ബുദ്ധിമാന്മാരാണോ വിഡ്ഢികളാണോ? സംഘങ്ങളും മനുഷ്യരും പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ദൈവം പറഞ്ഞതും ദൈവത്തിൻ്റെ പുത്രൻ ചെയ്ത കാര്യങ്ങളുമാണോ നാം വിശ്വസിക്കേണ്ടത്? അതാണോ നമ്മുടെ അടിസ്ഥാനം എന്നുള്ളത് വിചിന്തനം ചെയ്യേണ്ടത് പരമപ്രധാനമാണ്. ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പൗലോസ് അപ്പസ്തോലൻ തൻ്റെ മിഷണറി ശുശ്രൂഷകളിൽ എഫേസ്യയിലെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. വളരെ കണ്ണീരോടുകൂടി, പ്രയാസത്തോടുകൂടി അവൻ തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ സുവിശേഷം സ്വീകരിച്ച, സഭ സ്ഥാപിക്കപ്പെട്ട അവരുടെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് കരഞ്ഞ് അവരോട് പറയുകയാണ്, ഞാൻ ഒന്നും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാതെ ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും കർത്താവിൽ വിശ്വാസവും ഞാൻ നിങ്ങളെ ഒന്നും മറച്ചു വയ്ക്കാതെ നിങ്ങളെ ദൈനംദിനം പഠിപ്പിച്ചു. ഇനി നിങ്ങളിൽ ആരെങ്കിലും അതിൽ നിന്ന് വിട്ടുപോയാൽ നിങ്ങളുടെ രക്തം നിങ്ങളുടെ മേൽ തന്നെ ആയിരിക്കും. ഇതൊരു പ്രമാണമാണ്. ഇത് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞതാണ്. അവനെ സംബന്ധിച്ച് ശരിയാണ്. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള എളിയ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം അതുതന്നെയാണ്. സത്യസന്ധമായി പഠിപ്പിക്കുക, ദൈവവചനം പഠിപ്പിക്കുക, ദൈവിക സത്യങ്ങൾ പറയുക. ഇനി കേൾക്കുന്നവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നിലനിൽക്കുകയാണ്. തിരഞ്ഞെടുക്കാം, നല്ലത് തിരഞ്ഞെടുക്കാം, ബുദ്ധിമാൻ ആയി തിരഞ്ഞെടുക്കാം, വിഡ്ഢികളായി തിരഞ്ഞെടുക്കാം. പാറമേൽ പണിയാം, പൂഴിയിൽ പണിയാം. ആ പാറ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്, അവൻ്റെ വചനമാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് വിഷയമാണ്. അങ്ങനെ വീട് പണിയുന്ന ഉപമ. ആരാണ് ബുദ്ധിമാൻ? യേശുവിൻ്റെ വചനം കേട്ട് അത് ചെയ്യുന്നവൻ, അവനാണ് ബുദ്ധിമാൻ. ബുദ്ധിമാൻ അടിസ്ഥാനമുള്ളവനാണ്. ആ അടിസ്ഥാനമേൽ പണിയുന്നത് കൊണ്ട് അത് കുലുങ്ങുകയില്ല. ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും, മല മാറിയാലും, വെള്ളം പൊങ്ങിയാലും, കാറ്റ് അടിച്ചാലും മാറാത്ത തരത്തിലുള്ള ഒരു പാറ അത് നാം പിടിച്ചു കഴിഞ്ഞാൽ, അതിന്മേൽ നമ്മൾ പണിതാൽ, ബുദ്ധിമാന്മാരായി തീർന്നാൽ നമ്മുടെ നിത്യത തന്നെ അതിൽ ഉറപ്പാണ് എന്നുള്ളത് വാസ്തവമായൊരു കാര്യമാണ്. ബുദ്ധിമാൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ വചനവും തന്നെ. ദൈവവചനത്തിന് പല നാമങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. നമ്മൾ ഇന്ന് അല്പം പരിഗണിക്കാൻ പോകുന്നത് ഇതിനെ സംബന്ധിച്ച് പറയും. ഇത് ദൈവവചനം എന്നുള്ള ഒരു നാമധേയത്തിലാണ് ബൈബിളിനെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ. നമുക്കറിയാം, റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹൂദന് എന്താണ് പ്രത്യേകത, വാട്ട് ഈസ് അഡ്വാൻറ്റേജ് എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. വാട്ട് ഈസ് അഡ്വാൻറ്റേജ്? അവിടെ പറയുന്നത് അവനല്ലോ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ചത്. 39 പുസ്തകങ്ങൾ യഹൂദനാണ് ലഭിച്ചത്. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴും യഹൂദന്മാർ മാത്രമായിരുന്നു അന്നത്തെ തുടർന്നുള്ള അപ്പസ്തോലന്മാരും
മറ്റെല്ലാ ശുശ്രൂഷകന്മാരും. അത് ആദ്യമേ സഭ മൊത്തം യഹൂദന്മാരായിരുന്നു എന്നറിയാം. അപ്പോൾ ദൈവവചനം ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അപ്പോൾ അതിന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്കവണ്ണം 1-2 വാക്യങ്ങൾ സുവിശേഷത്തിൽ നിന്നും വായിച്ച് നിങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിന്, ബൈബിളിന് പല നാമങ്ങളുണ്ട്. അതിൻ്റെ ഒരു നാമം, അതിൻ്റെ പേര് ദൈവവചനമെന്നാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വചനമുണ്ട്. അതാണ് നമ്മൾ വായിച്ചത്. ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ്? യേശു ക്രിസ്തുവിൻ്റെ വചനം അവനിലും അവൻ്റെ വചനത്തിലും വിശ്വസിക്കുന്നവർ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വചനമാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ തൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ വി ആർ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന, നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. അത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അറിവാണത്. ക്രിസ്തുവിൻ്റെ മനസ്സിനെ അറിയുവാൻ, ആ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുവാൻ, ആ വെളിപ്പാടുകൾ അറിയുവാൻ, അത് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് അറിയാൻ തക്കവണ്ണമുള്ള മനസ്സ്. അപ്പോൾ അങ്ങനെ ദൈവവചനത്തിൽ പല നാമങ്ങളുണ്ട്. അതിൻ്റെ ഒരു നാമമാണ് ഇത് ദൈവവചനം എന്നുള്ളത്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നിങ്ങളൽപ്പം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെഖര്യാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായി. ഇത് നമുക്കറിയാം. തീർച്ചയായിട്ടും ഈ സെഖര്യാവിൻ്റെയും ഹന്നയുടെയും സെഖര്യാവിൻ്റെയും ഇരിക്കുമ്പോൾ, ഹന്നാവും കയ്യഫാവും ഇരിക്കുമ്പോൾ സെഖര്യാവിൻ്റെ മകനായ യോഹന്നാൻ, നമുക്കറിയാം അത് മരുഭൂമിയിൽ വെച്ച് അവൻ്റെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അത് സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവവചനത്തിൽ നിന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കേണ്ടത് വെള്ളം തെളിച്ചിട്ടല്ല, ആരെങ്കിലും നമുക്ക് വേണ്ടി വൗച്ച് ചെയ്തിട്ടല്ല. അത് ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ അതിന് അടിസ്ഥാനമുണ്ടാകുകയുള്ളൂ, അതിന്മേൽ പണിയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ജലരേഖകൾ മാത്രമാണ്. പൂഴിയിൽ എഴുതുന്ന, കടൽ തീരത്ത് എഴുതുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കടൽ തീരത്ത് പോയി എഴുതും, അതിന് തുല്യമാണ്. വെറും ജലരേഖകൾ എന്ന് ഞാൻ അതിന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ്റെ ശുശ്രൂഷ, സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ദൈവവചനത്തിൻ്റെ ലഭ്യതയോടുകൂടിയാണ്. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ലൂക്കോസിനെ വായിക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ മനനം ചെയ്യണം, അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ബോധ്യമാകുകയുള്ളൂ. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ മാറ്റാൻ സാധ്യമല്ല, അസാധ്യമാണത്. ഇത് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് മാനസാന്തരം. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, മനുഷ്യൻ്റെ ചിന്തകളിൽ നിന്ന് ദൈവവചനത്തിലേക്ക്, സംഘടനകളുടെയും മതങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം നമ്മളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. എന്നാൽ അതിന് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് ചെറിയൊരു എളിമ, ഒരു സന്നദ്ധത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്താൽ അത് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് കൂടുതലായിട്ട് എടുത്തത്. നമുക്ക് 4 സുവിശേഷങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും വെളിപാട് പുസ്തകത്തിൽ നിന്നും എല്ലാം നമുക്ക് ഇത് വായിച്ച് മനസ്സിലാക്കുന്ന വിഷയമാണ്. എന്നാൽ നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ ഇവിടെ ഒരു ഇസ്രായേലിലുള്ളൊരു പ്രത്യേക സ്ഥലമാണ്. അവിടെ ഒരു തടാകമുണ്ടായിരുന്നു.
അതിൻ്റെ കരയിൽ കർത്താവായി യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്യുകയാണ്. അവർ കേട്ടത്, അവനെ തിങ്ങി അവൻ്റെ പിന്നാലെ പോയ, അവനെ ശ്രദ്ധിച്ച വ്യക്തികൾ കേട്ടതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവർ ദൈവവചനം കേൾക്കേണ്ടതിന്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് ദൈവവചനം ആയിരുന്നു. നമ്മുടെ കർത്താവും ഇങ്ങനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട്, ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവവചനത്തിൽ ആരംഭിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം എന്നാണ് ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ഒരു ഉപമ പറഞ്ഞു. വിത്ത് വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കാൻ പോയി. ചിലത് നല്ല വെയിലത്ത് വീണു, ചിലത് പാറമേൽ വീണു, ചിലത് 30, 60, 100 മേനി പെയ്തു, ചിലത് അത് പക്ഷികളെടുത്തുകൊണ്ട് തിന്നുപോയി. എന്നിട്ട് പറയുകയാണ്, ഈ വിത്ത് അത് ദൈവവചനമാണ്. ഇപ്പം ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രാധാന്യം മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് നമുക്ക് ജീവൻ നൽകുന്നതാണ്. നമ്മൾ വിത്ത് മുളപ്പിക്കുന്നതാണ്. നമ്മളിൽ എന്താ പറയുക, പുതിയ ജീവൻ നൽകുന്ന ഒന്നാണ് ദൈവവചനം. നമ്മൾ എബ്രായയിലെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനം. വിത്ത് അത് നമ്മുടെ ജീവിതത്തിൽ പാകിയിട്ടുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ മുളച്ചിട്ടുണ്ടോ? അത് ഫലപ്രദമായിട്ടുണ്ടോ? അത് വളരുന്നുണ്ടോ എന്നുള്ളതാണ്. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, നമ്മൾ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ചില മതങ്ങളുടെയും സംഘടനകളുടെയും ആചാരങ്ങളും സമ്പ്രദായങ്ങളും വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ചില വ്യക്തികളാണ്. അങ്ങനത്തെ ഉള്ള വ്യക്തികളാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന 99% വ്യക്തികളും. എന്നാൽ അതിൽ വളരെ ചുരുക്കം പേര് മാത്രമുണ്ട് ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും തിരിഞ്ഞ് ദൈവഭക്തന്മാരായിട്ട് ജീവിക്കുന്നവർ. നമ്മൾ ആ ചെറിയ കൂട്ടത്തിൽപ്പെട്ടവരാണോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി വലുതും അത് കണ്ടെത്തുന്നവർ അനേകരും ആകുന്നു. എന്നാൽ ജീവനിലേക്കുള്ള വഴി അത് നാരോ ആൻഡ് ഡിഫിക്കൽട്ടാണ്. അത് കണ്ടെത്തുന്നവരോ അത് ചുരുക്കം പേരാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകുന്ന ഇന്ന് പല ശുശ്രൂഷകന്മാരുടെയും ചില സഭകളുടെയും പഠിപ്പിക്കലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗത്തിൽ പോകും. ദൈവത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ബാധകമാണ്. ഇതൊക്കെ തെറ്റായ ധാരണകളാണ്. ഇതൊക്കെ വെറും കപടമാണ്, നമ്മുടെ വഞ്ചനയാണ്. ഓരോ പ്രമാണങ്ങൾക്കും ഓരോ വാഗ്ദത്തങ്ങൾക്കും ഉടമ്പടികൾക്കും പിന്നിൽ ചില ഉത്തരവാദിത്തങ്ങൾ മനുഷ്യന് ഉണ്ട്. നമുക്കറിയാം അബ്രാഹാമിനെ കുറിച്ച്, അവൻ വിശ്വസിച്ചു, അവനെ നീതിയായിട്ട് കണക്കിടയത്. അതുകൊണ്ട് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ആ വിശ്വാസം ദൈവവും ദൈവത്തിൻ്റെ വചനവും ദൈവം തൻ്റെ വചനത്തിൽ നമുക്ക് വേണ്ടി നൽകിയ പുത്രൻ അവൻ്റെ കാൽവരി മരണവും പുനരുത്ഥാനവുമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ലൂക്കോസിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഉപമയുടെ പൊരുളോ അത് ആ വിത്തിൻ്റെ ഉപമയാണത്. അത് ദൈവവചനമാണ്. ലൂക്കോസ് ആ അധ്യായം തന്നെ 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലും നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അവരോട് അവൻ, എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് സാക്ഷാൽ നമ്മുടെ ബന്ധുക്കൾ ആരാണ്? കർത്താവ് പറഞ്ഞ വിഷയമാണിത്, ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് അവൻ്റെ അപ്പനെയും അമ്മയും സഹോദരങ്ങളും അല്ല, ദൈവവചനം കേട്ട് അത് പ്രമാണിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ബന്ധുക്കൾക്ക് എന്തോ ഒരു കർത്താവിനേക്കാളും വലിയ വില കൊടുക്കുന്ന സഭകളാണ് ബന്ധുക്കൾക്ക്. ഇന്ന് കർത്താവ് പറയുന്നത് ദൈവവചനം കേട്ട് അത് പ്രമാണിക്കുന്നവരാണ് അവൻ്റെ വാസ്തവമായിട്ടുള്ള ബന്ധുക്കൾ. ഇത് കർത്താവ് പറയുന്നത് എൻ്റെ അമ്മയെക്കുറിച്ച് എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറിയയ്ക്ക് പിന്നെ ഈ മക്കളുണ്ടായെന്ന് നമുക്ക് അതിൽ നിന്ന് കാണാവുന്നതാണ്. ഇവിടെ വായിക്കുന്നത് 29, അവരോട് അവൻ, എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട്
ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം. ദൈവവചനം നമ്മൾ കേൾക്കണം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വായിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് കൂടെ കടന്നുപോയി. സദൃശ്യവാക്യങ്ങൾ എൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ദി ഫിയർ ഓഫ് ദി ലോർഡ് ഈസ് ദി ബിഗിനിങ് ഓഫ് വിസ്ഡം ആൻഡ് ഫൂൾസ് ഡിസ്പൈസ് വിസ്ഡം ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എത്രയോ പരമപ്രധാനമാണ്. നമ്മൾ അവിടെ നിന്ന് ആരംഭിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. അതിൽ നാം ജീവിക്കണം. അത് അനുഗ്രഹീതമായിരിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. അങ്ങനെ ദൈവവചനത്തിന് വിവിധ നാമങ്ങളുള്ളതിൽ ഒന്നാണ് ദൈവവചനം എന്നുള്ളത്. അങ്ങനെ ലൂക്കോസിൻ്റെ 8-ാം അധ്യായം 21-ാം അധ്യായത്തിൽ കുടുംബ ബന്ധങ്ങൾ ദൈവവചനം കേട്ട് ചെയ്യുന്നവർ തമ്മിലുള്ളതാണ്. ദൈവവചനം മാറ്റി നിർത്തിയാൽ, ദൈവവചനവും ദൈവത്തെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബന്ധവുമാകാം. ഇന്ന് ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എക്യുമെനിക്കലിസം, സഭയുടെ ഐക്യം എന്നുള്ള ഒരു ലേബൽ വെച്ചിട്ട് എല്ലാ സഭകളെയും ഒന്ന് ഒരുമിച്ചിരിക്കുകയാണ്. അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു, ബിസിനസ് ചെയ്യുന്നു. അത് വാസ്തവത്തിൽ വലിയ നാശത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഛിദ്രമായിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ബന്ധങ്ങൾ. ദാമ്പത്യ ബന്ധം, കുടുംബ ബന്ധം, രാഷ്ട്രീയ ബന്ധം, നമ്മുടെ ദേശത്തിൻ്റെ നാഷണലിസം എന്നൊക്കെ പറയുന്നതിനൊക്കെ വളരെ ഛിദ്രിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അവിടെ ദൈവമില്ല, ദൈവവചനമില്ല. അതുകൊണ്ട് സാക്ഷാൽ ബന്ധങ്ങൾ അത് ദൈവവചനം കേൾക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും തമ്മിലുള്ളതായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസിന് 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ അതിൻ്റെ 28-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. അതിന് അവൻ, അല്ല, ദൈവത്തിന് വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഇതിൻ്റെ 27-ാം വാക്യം കൊണ്ട് വായിക്കാൻ ഒരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോൾ പുരുഷാരത്തിനൊരു സ്ത്രീ ഉച്ചത്തിൽ അവരോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവായിരിക്കുമ്പോഴും മറിയയുടെ മുല കുടിച്ച് അവളുടെ ഉദരത്തിൽ നിന്ന് ജന്മം ലഭിച്ച് അവളുടെ മുല കുടിച്ച് വളർന്ന പൈതൽ തന്നെയായിരുന്നു. അവിടെ പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. ഇനി 22-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 27 കൊണ്ട് കാര്യങ്ങളും അത് അവസാനിക്കുന്നില്ല. പിന്നെയും കർത്താവ് പറയുകയാണ്, അതിന് അവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ മറിയ ഭാഗ്യവതിയാണോ? തീർച്ചയായിട്ടും ആണ്. അവൾ ദൈവവചനം കേട്ടു. യേശു പറഞ്ഞു, ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, നീ പരിശുദ്ധ നിന്റെ മേൽ വരും, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, ഒരു ആൺകുഞ്ഞിനെ, അത് യേശു എന്ന് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. അവളതിന് യേശു പറഞ്ഞു. അവളനുസരണമുള്ളവർ ഭാഗ്യവതി തന്നെയാണ്, ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് മറിയെ പോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഏവർക്കും അത് പ്രമാണിക്കുന്ന ഏവരും ഭാഗ്യവാന്മാരാണ്. ബ്ലസ്സഡ് ആണ് അവർ. ബ്ലസ്സഡ്. അത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹം. അങ്ങനെ ദൈവവചനം അത് സുവിശേഷം വായിക്കുമ്പോഴും അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവവചനം അത് വരികയാണ്. നമുക്കൊരു എബ്രാഹാമിനെ ദൈവം വിളിച്ചു. ബാബേലിൽ ദൈവത്തോട് മത്സരിച്ച അന്നത്തെ ജനത്തെ 70 രാഷ്ട്രങ്ങളായിട്ട് അവൻ ദേശങ്ങളായിട്ട് മാറ്റുകയാണ്. 70 അവരുടെ ഭാഷയുടെയും കുലത്തിൻ്റെയും അനുസരിച്ച് അവർക്ക് സ്ഥലങ്ങൾ കൊടുത്ത് അവരെ 70 ദേശങ്ങളായി മാറ്റുകയാണ്. ആ സമയത്ത് ദൈവം തനിക്ക് വേണ്ടി ഒരു വ്യക്തിയെ വിളിച്ചു. ആ കുടുംബത്തിൽ നിന്ന് ഇസഹാക്ക് വഴി അവൻ ഒരു രാഷ്ട്രത്തെ പണിയാൻ പോവുകയാണ്, ദേശത്തെ പണിയാൻ പോയി. അതാണ് ഇസ്രായേൽ. അപ്പോൾ എബ്രാഹിമിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ
ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് സംസാരിച്ചു. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. ദൈവവചനം നമുക്ക് അടിസ്ഥാനമല്ല എങ്കിൽ, അതിൽ നിന്ന് ആരംഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറും വ്യർത്ഥമാണ്. ഒരു വിലയുമില്ലാത്ത, അത് വെറും ഒരു പുല്ലിൻ്റെ പോലും വിലയില്ലാത്ത ഒരു ജീവിതമായി അത് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ലൂക്കോസിന് 11 അധ്യായത്തിൻ്റെ 28 ഭാഗം, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. നാം എത്ര നമ്മൾക്ക് ബൈബിൾ ഉണ്ടായിട്ട് പോലും പലപ്പോഴും പല പരിഭാഷകളും അവർക്ക് പബ്ലിഷ് ചെയ്ത അതിന് എഡിറ്റർ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും വേദപുസ്തകം പരിഭാഷപ്പെടുത്തുന്നത്. നമുക്കറിയാം, റോമൻ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനമായിട്ടുള്ള ദൈവവചനം എന്ന് അവർ പറയുന്നത് ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വൾഗേറ്റ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഹീബ്രോയിൽ നിന്നും അത് ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തി, അതാണ് അവരുടെ അടിസ്ഥാനം. അത് ഒറിജിനൽ ടെക്സ്റ്റ് അല്ല, അത് പരിഭാഷ മാത്രമാണ്. ആ പരിഭാഷയാണ് അവരുടെ അടിസ്ഥാന ഗ്രന്ഥം. അതിൻ്റെ പരിഭാഷയാണ് നമുക്കിന്ന് POC ബൈബിളുള്ളത്. നിങ്ങൾ POC ബൈബിൾ വായിച്ചു പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ ലത്തീനിലുള്ളത് അതിനോട് അവരുടെ സൗകര്യാർത്ഥം അവർ പരിഭാഷപ്പെടുത്തി നോക്കി വളരെ ഒരു പൊട്ടന് മനസ്സിലാകും അത്. എന്നാൽ നവീകരണ കാലത്ത് എഴുതപ്പെട്ട വചനം അത് പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലായിരുന്നു. കൊയിനെ ഗ്രീക്ക് എന്ന ഭാഷയിലാണ്. ആ തർജ്ജമ വായിച്ച റോമൻ കത്തോലിക്കനായിരുന്ന മാർട്ടിൻ ലൂതറാണ് ഈ നവീകരണം. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യന് പാപങ്ങളെ ക്ഷമിക്കാൻ സാധിക്കുമോ? അന്ന് പാപമോചന ചീട്ടുണ്ടാക്കി. ഇതിനു വേണ്ടി കാശ് പിരിച്ച് ഇന്ന് നമ്മൾ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയാൻ വേണ്ടി. അതിനെന്തൊരു പാപമോചനം, കാശ് കൊടുത്തു കഴിഞ്ഞാൽ പാപമായി. പുള്ളി ചോദിച്ചു, ദൈവത്തോട് ചെയ്യുന്ന പാപത്തിന് മനുഷ്യന് പരിഹാരം വരുത്താൻ പറ്റുമോ എന്ന്. ഒരിക്കലും അല്ല. അതൊക്കെ അങ്ങനെയാണ് ഈ നവീകരണം തുടങ്ങിയത്. അതുകൊണ്ട് ദൈവവചനം അത് അപ്രകാരം വായിച്ച് മനസ്സിലാക്കാൻ തക്കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ദൈവവചനം. അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും വായിച്ചല്ലോ. അതിൽ നിന്ന് പ്രസ്തുത വേദഭാഗങ്ങളിൽ നിന്ന് ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാകാം. ഒരു സമ്മറി ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി. എനിക്കും അത് ഗുണകരമാണ്. ദൈവവചനമായിരിക്കണം നമ്മളുടെ അടിസ്ഥാനം. നമ്മൾ അതിൽ നിന്ന് തുടങ്ങണം. കാരണം എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാതെ, ബുദ്ധിയില്ലാത്ത മനുഷ്യനായിട്ട് നമ്മൾ വീട് പണിത് അത് പൊളിഞ്ഞു പോകും തീർച്ചയായും. ഇന്ന് അതാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് ദൈവവചനത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. നമ്മുടെ തുടക്കം ദൈവവചനമാണ് നമ്മൾ തുടരേണ്ടത്. കാരണം അത് പ്രമാണിക്കുന്നവർക്കാണ് ഭാഗ്യവാന്മാർ. അപ്പോൾ അത് കേൾക്കുക മാത്രമല്ല, അത് പ്രമാണിക്കേണ്ടതും ആവശ്യമാണ്. ദൈവവചന വായനയും കേൾവിയും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഇത് ഞാൻ ഈ വേദഭാഗങ്ങളിൽ നിന്ന് ഒരു സമ്മറി ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം. എന്നാൽ അത് സ്വീകാര്യമാണ് എന്നുള്ളത്, കാരണം ദൈവവചനത്തിലെ പ്രകാരമാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സ്വീകാര്യമാകാം. അഞ്ചാമതായിട്ട് ദൈവവചനം മനസ്സിലാക്കി വിശ്വസിച്ച് പ്രമാണിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനാണ്. ദൈവത്തിൻ്റെ പ്രാധാന്യം എന്തുവാ? ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അവൻ്റെ മനസ്സിലാക്കി അവനെ പ്രസാദിപ്പിക്കുകയാണ് ദൈവവചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അതായിരിക്കണം നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിത ലക്ഷ്യം. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും? ആറാമതായിട്ട്, എന്നാൽ പ്രത്യക്ഷതയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കും, ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവത്തെ വിശ്വസിച്ച് അവനെ പ്രസാദിപ്പിക്കുന്നതിന് പകരം പ്രത്യക്ഷതയിൽ നമ്മൾ കാണുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യർ.
സംഘടനകളെ പ്രസാദിപ്പിക്കുന്നവർ, മത നേതാക്കന്മാരെ പ്രസാദിപ്പിക്കുന്നവർ, സ്വന്തം പ്രശംസയ്ക്കായിട്ട് ദൈവവചനത്തെ പ്രമാണിക്കുന്നവർ. ഇത് വാസ്തവത്തിൽ ഗുണകരമല്ല. നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അസാധ്യമാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. അപ്പോൾ വിശ്വാസം കൂടാതെ, ദൈവവചനം കൂടാതെ, അതിനുള്ള വിശ്വാസം കൂടാതെ, അതിൻ്റെ പ്രമാണം കൂടാതെ, അത് നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിച്ച് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കില്ല എങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അസാധ്യമാണ്. അതുകൊണ്ട് ഇത് വിശ്വാസമായി തീരണം എന്നുള്ളതും അതിനെക്കുറിച്ച് അല്പമായിട്ട് ഞാൻ പറഞ്ഞിരുന്ന ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പല പ്രവൃത്തികളും നാം ചെയ്യുന്നത് അത് നിഷ്ഫലമാണ്. നമ്മൾ പറയാറുണ്ട് സാധാരണ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുകയാണ്. കുടത്തിലേക്ക് വെള്ളം പോകത്തില്ല, ആ വെള്ളം കുടം നിറയുന്നില്ല, അത് നമുക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വേല വെറും വ്യർത്ഥമാണ്, നിഷ്ഫലമാണ്. അതിനുള്ള ചില കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സുവിശേഷങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ വായിച്ചു. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണോ വായിച്ചത്. അതിൽ ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ച ഈ മനുഷ്യപ്രീതി, സംഘടനകളെ പ്രീതിപ്പെടുത്തും, മതഭക്തന്മാരെ. പല സംഘടനകൾക്കും നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. വലിയ സംഘടനയാണ്, വലിയ സാമ്പത്തികമായിട്ട് സാധ്യതകളുള്ള സ്ഥാപനങ്ങളുള്ള സംഘടനകളുണ്ട്, സഭകളുണ്ട്. തീർച്ചയായിട്ടും അവരുടെ സ്കൂളുകളിൽ ജോലി, അവരുടെ ഹോസ്പിറ്റലുകളിൽ ചികിത്സ ലഭിക്കുന്നു, അവരുടെ പള്ളികളിൽ നമുക്ക് നമ്മുടെ കബറടക്കം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പല സംഘടനകളും നമുക്ക് അങ്ങനെ ചെയ്തു തരുന്നവരുണ്ട്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്ന ഒരു മാർഗമാണ് നമ്മൾ കാണുന്നത്. അതല്ല ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. എന്നാൽ മനുഷ്യർ പിന്തുടരുന്നതോ കപടഭക്തി, ആദരം കൊണ്ട് ദൈവത്തിന് ബഹുമാനം, ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെ, മനുഷ്യകൽപ്പനായ ഉപദേശങ്ങൾ കൊണ്ട് വ്യർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നു. വ്യർത്ഥമാണ്. ദൈനംദിനം സംഘടനകളെ, മത നേതാക്കന്മാരെ, മതത്തിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നതിന് വേണ്ടി ദൈനംദിനം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇത് വെറും വ്യർത്ഥമാണ്. ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. അതിൻ്റെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതാണ് 7-ാം അധ്യായം 13. സമ്പ്രദായത്താൽ, അതാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? പലതും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മുഴുവൻ, ഈ സഭയും സംഘടനകളും നേതാക്കന്മാരും നമുക്ക് നൽകുന്ന ഈ കഷ്ടപ്പാടുകൾ മുഴുവനും അത് വ്യർത്ഥമായി പോവുകയാണ്. കാരണം അതെല്ലാം വിശ്വാസത്താലോ ദൈവത്തിലോ അടിസ്ഥാനപ്പെട്ടതല്ല. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് അത് വെറും വ്യാജമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു എല്ലാവരോടും, കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കണം, കേൾക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് വിശ്വാസമായി ഭവിക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് കർത്താവ് മർക്കോസിന്റെ 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. 7 സഭകളോടും കർത്താവ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സഭകളെക്കുറിച്ച് വെളിപ്പെടുമ്പോൾ അവിടെ എല്ലാ സഭകളും 7 സഭകളോടും പറയുന്നുണ്ട്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഈ ചെവിയുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ ചെവികളിലൂടെ ഈ സന്ദേശം ചെന്ന് അത് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ചെന്ന് അത് അവിടെ നിങ്ങൾ മനനം ചെയ്ത് അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിച്ച് അത് വിശ്വാസമായി ഭവിക്കണം. അതിൽ നിന്നായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത്. അങ്ങനെ അടിസ്ഥാനങ്ങൾ അംഗീകരിക്കാത്തതിനുള്ള പല കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പരിശോധിക്കുകയുണ്ടായി. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ആ വെളിച്ചം വന്നു എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണത്. വെളിച്ചം ലോകത്തിലേക്ക് വന്നു. പക്ഷേ എന്തു പറ്റി? മനുഷ്യർ ദോഷമുള്ളതാകിയാൽ അവർ ഇരുളിനെയാണ് സ്നേഹിക്കുന്നത്. അത് ദൈവവചനം പറഞ്ഞ് എത്രയോ വാസ്തവമാണ്.
നമുക്ക് ദൈവമുണ്ട്, ദൈവവചനമുണ്ട്. എന്നാൽ നമ്മുടെ പ്രവൃത്തികളോ അത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ മാത്രം എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാനും എനിക്ക് സാധിക്കും. അത് വിശ്വാസമായി ഭവിക്കേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അത് ഇതിൽ ആശ്രയിക്കണം, എളിമ കാണിക്കണം എന്നുള്ളത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 43 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പലർക്കും ദൈവത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും തന്നെ ക്രിസ്തുവിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും കാര്യങ്ങൾ ബോധ്യമായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. എന്നാൽ ഒരു ഭീരുക്കളാണ്. കാരണം മനുഷ്യൻ സഭ എന്ത് വിചാരിക്കും, നേതാക്കൾ ഇത്രയും നാൾ എന്നെ പുലർത്തിയ ഈ സഭ എന്ത് വിചാരിക്കും, എന്നെ മരിച്ചാൽ എവിടെ കുഴിച്ചിടും, എൻ്റെ പിള്ളേർക്ക് എങ്ങനെ വിവാഹം നടത്താൻ സാധിക്കും. അങ്ങനെ ഭയമാണ്. പാപിയായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അത് കാൽവരി ക്രൂശിലെ മരണത്താൽ അത് നമുക്ക് പ്രത്യക്ഷമായി കാണിച്ചു തന്നിരിക്കുകയാണ്. ഈ ദൈവം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിൽ ചെയ്യാനും നമ്മളെ പുലർത്താനും അവൻ ആഗ്രഹമുള്ളവനും അത് സാധിപ്പിക്കാൻ കഴിവുള്ളവനുമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. ഗോഡ് ഈസ് ഏബിൾ ആൻഡ് വില്ലിങ് ടു ഡു. നമ്മൾ രക്ഷിക്കാൻ അവന് സന്നദ്ധനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഓരോ വഴികളിലും നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനാണ് എന്ന് നാം ഓർത്തിരിക്കണം. അവിടെ യോഹന്നാന്റെ സുവിശേഷം 12-ാം പറയുന്നത് ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അവർ സ്നേഹിച്ചതുകൊണ്ട് അവനെ ഏറ്റുപറഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഏറ്റുപറച്ചിലും ആവശ്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത്? പലരും വിചാരിക്കുന്നത് സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ 8-ാം ദിവസം നിങ്ങൾ വെള്ളം തെളിച്ചു, നിങ്ങൾക്ക് അപ്പോൾ പരിശുദ്ധാത്മാവൻ ലഭിച്ചു. അങ്ങനെ ഇതൊക്കെ വെറും അബദ്ധമാണ്. ഇതൊന്നും വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളല്ല. ഇത് സഭ പഠിപ്പിക്കലുകളാണ്, അവരുടെ നിലനിൽപ്പിന് വേണ്ടി പഠിപ്പിക്കുന്നതാണ്. ദൈവവചനം പറയുന്നത് നമ്മൾ ദൈവവചനം കേട്ട് അത് മനസ്സിലാക്കി അത് വിശ്വസിക്കുന്ന ആ സമയത്താണ് നാം ക്രൈസ്തവരായിത്തീരുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 30 തൊട്ട് 33 വാക്യങ്ങളും കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവവചനം അതിലുള്ള പ്രധാനപ്പെട്ട വിഷയം അത് നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി ഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈസ് ബൈബിൾ, the word of God has become alive and powerful by faith in our personal life. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ജീവന് ചൈതന്യമുള്ള ദൈവവചനം അത് നമ്മളിൽ പുതുജനനം നമുക്ക് നൽകിയിട്ടുണ്ടോ, അതൊരു വിശ്വാസമായി ഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതിനുവേണ്ടി റോമാലേഖനം 9-ാം അധ്യായത്തിൽ നിന്നും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യം, 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് വേദഭാഗം വായിക്കാനുള്ള കാരണം ദൈവവചനം ബൈബിൾ അത് നമ്മൾ വായിക്കുകയാണ്. അത് എടുത്തിട്ട് ഒരു ഭാഗം തുറന്നു അത് വായിച്ചു കഴിയുമ്പോൾ ഒരു വാക്ക് കിട്ടി. ആ വാക്ക് നമ്മൾ അത് വിശ്വാസമായി ഭവിക്കേണ്ടത് ആവശ്യമാണ്. യു ഹാവ് ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ, ഇറ്റ് ഈസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണ്, അത് ദൈവവചനമാണ്, അത് സത്യമാണ്. ആ സത്യത്തിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പലരും പഠിപ്പിക്കുന്നത് എന്താ, ദൈവത്തിനെ എഴുന്നിരിക്കുക, അതുകൊണ്ട് എല്ലാവർക്കും അത് ഒരു ഉത്തരവാദിത്വം കൂടാതെ എല്ലാവർക്കും അത് സാധ്യമാണ് എന്നുള്ളതാണ്. അത് തീർച്ചയായും തെറ്റായ അബദ്ധ ധാരണയാണ്. ഇവിടെ വായിക്കുന്നത്, ആകയാൽ നാം എന്തു പറയേണ്ടു, റോമാലേഖനം 9-ാം അധ്യായം എന്തു പറയേണ്ടു, നീതിയെ പിന്തുടരാതെ ജാതികൾ നീതി പ്രാപിച്ചു. അത് വിശ്വാസമല്ല, നീതി തന്നെ. അപ്പോൾ വിശ്വാസം എന്നുള്ള ആ ഒരു പ്രത്യേക സാധനം കൊണ്ട് നമുക്ക് നീതി ലഭിക്കാം. അതിൻ്റെ 31-ാം വാക്യം, നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതിന് കാരണം എന്താണ്? അതെന്തുകൊണ്ട്? ജാതികൾ വിശ്വാസം മുഖാന്തരം നീതീകരിക്കപ്പെട്ടു, അവന് നീതി ലഭിച്ചു. എന്നാൽ
ഈ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലിന് ആ പ്രമാണത്തെ എത്തിയില്ല. അവർ എന്ന് പറഞ്ഞാൽ അവർക്ക് നീതി ലഭിച്ചില്ല. അതിന് കാരണം എന്താണ്? അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. അതുകൊണ്ട് പ്രവൃത്തിയാലല്ല നീതി, വിശ്വാസത്താലാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. അത് ദൈവവചനത്തിലെ പ്രമാണമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് പിന്നെ 33-ാം വാക്യത്തിൽ പറയുകയാണ്, 32-ാം വാക്യത്തിൽ എന്തുകൊണ്ട്? അത് അവർ പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ, വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. എന്നാൽ ഇടർച്ചക്കൽ എന്താണെന്ന് പിന്നെ 33-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. നമുക്കറിയാം, പാറ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്, യഹൂദന്മാരുടെ മശീഹ, വാഗ്ദത്ത മശീഹ. അവൻ മൂലക്കല്ലാണ്. പക്ഷെ അവൻ തട്ടി വീണുപോയി അവർ. എന്നാൽ അവനിൽ വിശ്വസിച്ച ജാതികൾക്ക് നീതി ലഭിച്ചു. എത്രയോ അത്ഭുതകരമായ കാര്യമാണത്. അതൊരു ക്രൈസ്തവ ജീവിതം, അത് ഒരു വിഡ്ഢികളുടെ പരദീസ അല്ല. ഇതിൽ ബുദ്ധിമാനുണ്ട്, ബുദ്ധിയുള്ളവരുണ്ട്. എന്നാൽ അതെല്ലാം ദൈവവചനത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബൈബിളാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിന്മേൽ അടിസ്ഥാനപ്പെട്ട വിഡ്ഢികളെ ബുദ്ധിമാന്മാരാക്കുന്ന, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രക്രിയയാണ് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് അടിസ്ഥാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യജീവിതത്തിലെ 9-ാം അധ്യായം, റോമയിലെ 9-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിപ്രകാരം പറയാൻ തീർച്ചയായിട്ടും കഴിയും. മനുഷ്യജീവിതത്തിലെ പരമപ്രധാനമായ വിഷയം നമുക്ക് നീതി ഉണ്ടോ എന്നുള്ളതാണ്. നീതി ലഭിക്കുകയാണോ, അത് നമ്മൾ സ്വന്തമായിട്ട് പ്രവർത്തിച്ചുണ്ടാക്കുകയാണോ? റോമൻ കത്തോലിക്ക സഭ വഴിയും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണോ? അത് ആ പ്രവൃത്തി ചെയ്താലേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. എന്നാൽ വേദപുസ്തകം പറയുന്നത് അത് വേറെ ഒരുവനിലാണ്. അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്താലാണ്. അവൻ്റെ നീതിയാണ് നമ്മൾ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നത്. അത് സൗജന്യമായി ലഭിക്കുന്നതാണ് എന്നാണ് വേദപുസ്തകം റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ അങ്ങനെ നീതി എപ്രകാരം ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രവൃത്തിയാലാണോ, വിശ്വാസത്താലാണോ? ദൈവവചനം പറയുന്നു വിശ്വാസത്താലുള്ള നീതി. അതിനുവേണ്ടി 1-2 വേദഭാഗങ്ങൾ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗം റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവർ വിശ്വാസത്താൽ അവർക്ക് നീതി പ്രാപിച്ചു. അതുകൊണ്ട് വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസമാണ് നീതി ലഭിക്കാൻ കാരണം. റോമാലേഖനം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 3-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തുവിലെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവവിശ്വാസമില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയെ നീതീകരിക്കപ്പെടുന്നത്. 25-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പെറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. വളരെ ഗാംഭീര്യമുള്ള ഒരു വേദഭാഗമാണ് വായിച്ചത്. വളരെ ഗാംഭീര്യമുള്ള വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്താൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് പ്രവൃത്തിയാലല്ല, അത് വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ.
അവന് കണക്കിട്ടിട്ട് ഇത് 4-ാം അധ്യായത്തിൽ എങ്ങനെയാണ് അബ്രാഹാമിന് നീതി ലഭിച്ചത്? അത് അവൻ ജാതി ആയിരിക്കുമ്പോഴാണോ, യഹൂദൻ്റെ അടയാളമായ പരിച്ഛേദന ലഭിച്ചതിന് യഹൂദനായിട്ടാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വേദവസം പറയുന്നത് അവൻ ജാതി ആയിരിക്കുമ്പോൾ, അവന് ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ്, അവന് ഉടമ്പടി ലഭിക്കുന്നതിന് മുമ്പ്, പരിച്ഛേദന എന്ന പ്രവൃത്തി ലഭിക്കുന്നതിന് മുമ്പ് അവൻ വിശ്വസിച്ചു, അവന് നീതിയായി ലഭിച്ചു. അപ്പം എബ്രാഹാമിന് എങ്ങനെയാണ് നീതി ലഭിച്ചത്? അതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് അതിൻ്റെ 23 വാക്യങ്ങൾ. അവന് കണക്കിട്ട് എന്ന് എഴുതിയിരിക്കുന്നു. അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാനുള്ളവരാകയാൽ തന്നെ. അപ്പോൾ എബ്രാഹിമിൻ്റെ അതേ വിശ്വാസം, ജാതി ആയിരുന്നപ്പോൾ, ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ്, പരിച്ഛേദന ലഭിക്കുന്നതിന് മുമ്പ്, ഉടമ്പ് ലഭിക്കുന്നതിന് മുമ്പ് അവൻ ദൈവം അവനോട് പ്രത്യക്ഷപ്പെട്ടു, അവനോട് സംസാരിച്ചു, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. അങ്ങനെയാണ് ജാതികൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നീതി ലഭിക്കുന്നു, നീതീകരിക്കപ്പെടുന്നു, ദൈവമക്കളായി തീരുന്നു. അവൻ ആ അടിസ്ഥാനങ്ങൾ ദൈവം അവനെ പണിയുകയാണ്. എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ വായിക്കട്ടെ, കണ്ണുള്ളവൻ ദൈവവചനം വായിക്കട്ടെ, മനസ്സുള്ളവൻ മനസ്സാക്കട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ദൈവത്തിനും ദൈവവചനത്തിനും ദൈവത്തിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായ യേശു ക്രിസ്തുവിനും അവൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും വേണ്ടിയും നന്ദി പറയുന്നത്. വിശ്വസിക്കാൻ തക്കവണ്ണം, ക്രിസ്ത്യാനികളായി തീരുവാൻ തക്കവണ്ണം, അടിസ്ഥാനങ്ങളിൽ പണയപ്പെടുവാനുള്ള ബുദ്ധിമാന്മാരായി തീരുവാൻ തക്കവണ്ണം ദൈവം ഈ ദിവസം ഞങ്ങളെ സാധിക്കണമേ. പരിശുദ്ധങ്ങളെ പഠിപ്പിക്കണമേ, ഹൃദയം പ്രകാശിപ്പിക്കണമേ, മഹത്വത്തോടത്തേക്ക് തന്നെ അനുഗ്രഹത്താൽ പറഞ്ഞയക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടമായ യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.